കരിങ്കടൽ ഇനി ശാന്തമാകും. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിർണായക വഴിത്തിരിവ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന ചർച്ചയിലാണ് താൽക്കാലിക വെടിനിർത്തലിന് റഷ്യയും യുക്രൈനും തീരുമാനിച്ചത്. 3 വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ 10,000-കണക്കിന് പേരാണ് മരണപ്പെട്ടത്. സംഘർഷത്തിന് അയവ് വരുത്തുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോഴത്തെ താൽക്കാലിക വെടിനിർത്തൽ. ഇതോടെ കരിങ്കടലിലൂടെയുള്ള നാവിക ഗതാഗതം സമാധാനപരവും സുഖകരവുമാകും. നേരത്തെ ഇരുപക്ഷവും സിവിലിയൻ ജലയാനങ്ങളെ ഡ്രോൺ, മിസൈൽ, റോക്കറ്റ്, യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ എന്നിവ ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു. താൽക്കാലിക വെടിനിർത്തൽ ഭാവിയിൽ സംഘർഷം പൂർണ്ണമായി പരിഹരിക്കാനുള്ള വാതിലാണ് തുറന്നു നൽകുന്നതെന്ന് US സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കരിങ്കടലിലെ വെടിനിർത്തൽ കൂടാതെ ഇരുപക്ഷവും തങ്ങളുടെ സിവിലിയൻ ജലയാനങ്ങളെ ആക്രമണ കാര്യങ്ങൾക്കായി ഉപയോഗിക്കില്ല എന്ന് ഉറപ്പു നൽകി. എന്നാൽ തങ്ങൾക്കുമേൽ അമേരിക്കയും സഖ്യരാജ്യങ്ങളും ചുമത്തിയ കാർഷിക കയറ്റുമതി ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ വെടിനിർത്തലിന് തയ്യാറാകൂ എന്ന് റഷ്യൻ വൃത്തങ്ങൾ അറിയിച്ചു. റഷ്യയുടെ ആശങ്കകൾ പരിഹരിച്ച് അവർക്ക് സ്വതന്ത്രമായി കരിങ്കടലിലൂടെ കാർഷിക വ്യാപാരം നടത്താൻ അമേരിക്ക പിന്തുണയ്ക്കുന്നതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പ്രസ്താവിച്ചു. ഉപരോധങ്ങൾ നീങ്ങുന്നതോടെ റഷ്യക്ക് ആഗോള കമ്പോളത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കുമെന്നും അമേരിക്കൻ വക്താക്കൾ അറിയിച്ചു. 30 ദിവസത്തേക്കാണ് കരിങ്കടലിൽ വെടിനിർത്തലിനുള്ള കരാറിന് സാധുത. സമാധാന ശ്രമങ്ങൾക്ക് അമേരിക്ക നടത്തുന്ന പ്രയത്നങ്ങൾക്ക് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി നന്ദി പറഞ്ഞു. എണ്ണ ശുദ്ധീകരണശാലകൾ, സംഭരണികൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ, ഡാമുകൾ തുടങ്ങിയ സ്ഥലങ്ങളും കരാർ പ്രകാരം റഷ്യയും യുക്രൈനും പരസ്പരം ആക്രമിക്കില്ല എന്ന് ഉറപ്പു നൽകി. ഇരു രാജ്യങ്ങളും അന്യോന്യം അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കില്ല എന്നാണ് നിലവിലെ ഉറപ്പ്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് കടലിലെ ശാന്തത എന്നത് മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ആശ്വാസം നൽകും. റഷ്യ യുക്രൈൻ യുദ്ധത്തിലുടനീളം കരിങ്കടലിൽ കപ്പലുകൾക്ക് നേരെ വളരെയധികം ആക്രമണങ്ങൾ ഇരുപക്ഷവും നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും അമേരിക്ക ഊർജിതമായി ശ്രമിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ സമാധാന കരാറിലെ വ്യവസ്ഥകൾ യുക്രൈൻ ലംഘിച്ചാൽ തങ്ങളും ലംഘിക്കുമെന്ന് ക്രെംലിൻ വൃത്തങ്ങൾ അറിയിച്ചു. ഏതൊക്കെ പ്രദേശങ്ങൾ ആരുടെ പരമാധികാരത്തിൽ പെടുമെന്നുള്ള ചർച്ചകൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. റഷ്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങളും വളങ്ങളും കയറ്റുമതി ചെയ്യാൻ തങ്ങൾ സഹായിക്കുമെന്നും അമേരിക്ക ഉറപ്പു നൽകി. ആഗോള സാമ്പത്തിക സ്ഥിതിയെ തന്നെ ദോഷകരമായി ബാധിക്കാൻ റഷ്യ യുക്രൈൻ സംഘർഷം കാരണമായി.